വെൽക്കം ടു ലേൺ PSC വിത്ത് മീ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് PSC ബുള്ളറ്റിൻ ഏപ്രിൽ 15 പുറത്തിറക്കിയ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ്. 2026 ആബേൽ പുരസ്കാരം ഗെയ്ഡ് ഫ്ലാറ്റിംഗ്സിന്. 2026 ആബേൽ പുരസ്കാരം ഗെയ്ഡ് ഫ്ലാറ്റിംഗ്സിന്. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ 2025 മലയാള വിഭാഗത്തിനുള്ള യുവ പുരസ്കാരം അഖിൽ P. ധർമ്മജന്റെ റാം കെയർ ഓഫ് ആനന്ദി എന്ന നോവലിനാണ്. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ 2025 മലയാള വിഭാഗത്തിനുള്ള യുവ പുരസ്കാരം അഖിൽ P. ധർമ്മജന്റെ റാം കെയർ ഓഫ് ആനന്ദി എന്ന നോവലിനാണ് ലഭിച്ചിട്ടുള്ളത്. KPP നമ്പ്യാർ പുരസ്കാരം ISRO ചെയർമാൻ ഡോക്ടർ V. നാരായണന്. KPP നമ്പ്യാർ പുരസ്കാരം ISRO ചെയർമാൻ ഡോക്ടർ V. നാരായണന്. 2025 OV വിജയൻ സ്മാരക നോവൽ അവാർഡ് KV മോഹൻകുമാറിന്റെ ഉല എന്ന നോവലിനാണ്. 2025 OV വിജയൻ സ്മാരക നോവൽ അവാർഡ് ലഭിച്ചത് KV മോഹൻകുമാറിന്റെ ഉല എന്ന നോവലിന്. മനുഷ്യനെ വീണ്ടും ചന്ദ്രനിലെത്തിക്കുന്നതിന് മുന്നോടിയായുള്ള നാസയുടെ ദൗത്യമായ ആർട്ടമിസ് 2 ഫ്ലോറിഡയിലെ കെന്നഡി സ്പേസ് സെന്ററിൽ നിന്ന് 2026 ഏപ്രിൽ 2 വിക്ഷേപിച്ചു. മനുഷ്യനെ വീണ്ടും ചന്ദ്രനിലെത്തിക്കുന്നതിന് മുന്നോടിയായുള്ള നാസയുടെ ദൗത്യമായ ആർട്ടമിസ് 2 2026 ഏപ്രിൽ 2 വിക്ഷേപിച്ചു. ആർട്ടമിസ് 2 യാത്രികരായ റീഡ് വൈസ്മാൻ, വിക്ടർ ഗ്ലോവർ, ക്രിസ്റ്റീന കോച്ച്, ജെറമി ഹാൻസൺ എന്നിവർ 2026 ഏപ്രിൽ 10 വൈകുന്നേരം 5:07 സാന്റിഗോ തീരത്ത് 10 ദിവസത്തെ യാത്ര പൂർത്തിയാക്കി തിരിച്ചെത്തി. ആർട്ടമിസ് 2 പ്രധാനപ്പെട്ട യാത്രികരാണ് റീഡ് വൈസ്മാൻ, വിക്ടർ ഗ്ലോവർ, ക്രിസ്റ്റീന കോച്ച്, ജെറമി ഹാൻസൺ. ഭൂമിയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ദൂരം ബഹിരാകാശത്തേക്ക് സഞ്ചരിച്ച വനിത എന്ന റെക്കോർഡും ചന്ദ്രനടുത്തുപോയ ആദ്യ വനിത എന്ന റെക്കോർഡും കരസ്ഥമാക്കി ആർട്ടമിസ് 2 മിഷൻ സ്പെഷ്യലിസ്റ്റായ ക്രിസ്റ്റീന കോച്ച്. വളരെ ഇമ്പോർട്ടന്റ് ആയ ഫാക്റ്റാണത്. നെക്സ്റ്റ്, 2026 ഏപ്രിലിൽ കമ്മീഷൻ ചെയ്ത ഇന്ത്യയുടെ 3ാമത് അരിഹന്ത് ക്ലാസ് ന്യൂക്ലിയർ പവേർഡ് ബാലിസ്റ്റിക് മിസൈൽ അന്തർവാഹിനിയാണ് INS അരിതമൻ. 2026 ഏപ്രിലിൽ കമ്മീഷൻ ചെയ്ത ഇന്ത്യയുടെ 3ാമത് അരിഹന്ത് ക്ലാസ് ന്യൂക്ലിയർ പവേർഡ് ബാലിസ്റ്റിക് മിസൈൽ അന്തർവാഹിനിയാണ് INS അരിതമൻ. ഹരിയാനയിലെ ഗുരുഗ്രാമിൽ ഇന്ത്യയിലെ ആദ്യത്തെ LPG ATM ആരംഭിച്ച് ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്. ഇന്ത്യയിലെ ആദ്യത്തെ LPG ATM ഹരിയാനയിലെ ഗുരുഗ്രാമിൽ ആരംഭിച്ചത് ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ കീഴിലാണ്. അദാനി ഡിഫൻസ് ആൻഡ് എയറോസ്പേസ് തദ്ദേശീയമായി നിർമ്മിച്ച് ഇന്ത്യൻ സൈന്യത്തിന് കൈമാറിയ ലൈറ്റ് മെഷീൻ തോക്കാണ് പ്രഹർ. അദാനി ഡിഫൻസ് ആൻഡ് എയറോസ്പേസ് തദ്ദേശീയമായി നിർമ്മിച്ച് ഇന്ത്യൻ സൈന്യത്തിന് കൈമാറിയ ലൈറ്റ് മെഷീൻ തോക്കാണ് പ്രഹർ.